ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 4:16 മുതൽ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറഞ്ഞു: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം തുടങ്ങുന്ന ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യേശു പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് യേശുവിന് നൽകപ്പെട്ടത്. ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഒറ്റ തുറക്കലാണ്. അങ്ങനെ തുറന്നപ്പോൾ തന്നെ കണ്ടത് എന്താണ്? തുറന്നപ്പോൾ കണ്ടത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 61-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. യെശയ്യാ 61:1-2 തിരുവചനങ്ങൾ. എന്താണ് ആ വചനം? അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ആര് പറഞ്ഞ വചനമാണ്? യെശയ്യാ പ്രവാചകൻ അരുൾ ചെയ്ത വചനമാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്ത വചനം. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക ദൗത്യം പൂർത്തിയാക്കിയ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ഈ പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെട്ട വചനമാണ് യെശയ്യാ 61:1-2 വചനം. ആ വചനമാണ് യേശു സിനഗോഗിൽ പ്രവേശിച്ച് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനം. ഈ വചനം വായിച്ചിട്ട് യേശു എന്താ പറഞ്ഞത്? യേശു പറയുകയാണ്, അവൻ പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ പുസ്തകമാണ് ബൈബിള്. ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ഈ ബൈബിളിലുണ്ട്. നമ്മെ സ്പർശിച്ച ദൈവം അരുൾ ചെയ്ത വാഗ്ദാനങ്ങൾ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ അതിൻ്റെ മുമ്പിൽ കാത്തിരുന്നോ, ആ വചന വാഗ്ദാനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ദാസൻ്റെ വ്യക്തിപരമായ ഒരു വലിയൊരു ദൈവാനുഭവമാണ്. നമ്മളെ സ്പർശിച്ച വചനങ്ങൾ ഏതെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക അവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ടോ നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷ പെട്ടിയിൽ നിന്ന് ഒരു വചനം എടുക്കുമ്പോൾ നമ്മെ സ്പർശിച്ച വചനം അത് നമ്മളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക, കുറിച്ചെടുക്കുക. എന്നിട്ട് ഈ വചനം ഏറ്റുപറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുക. ഒത്തിരി സമയമൊന്നും ഏറ്റു പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു 2-3 പ്രാവശ്യങ്ങളും ആ വചനം ഏറ്റു പറയുക. അങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ, ഈ വചനത്തിലൂടെ, ഈ വചന വാഗ്ദാനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് വാഗ്ദാനം? എന്താണ് വാഗ്ദാനം? വാഗ്ദാനം എന്ന് വെച്ചാൽ ഇതാണ്: ഒരു കാര്യം ഭാവിയിൽ ചെയ്യും എന്നൊരു ഉറപ്പ്. അതാണ് വാഗ്ദാനം. ഒരു കാര്യം
ഞാൻ ഭാവിയിൽ ചെയ്യും എന്ന് ദൈവം ഒരു ഉറപ്പ് തരികയാണ് ഈ വചനത്തിലൂടെ. അതിനെയാണ് വാഗ്ദാനം എന്ന് പറയുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ബൈബിളിലെ ഓരോ വിവരണങ്ങളിലും ഈ വാഗ്ദാനം എന്ന ആ ആശയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം അബ്രാഹാമിനൊരു വാഗ്ദാനം കൊടുത്തു. എന്ത് വാഗ്ദാനം കൊടുത്തത്? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ നിനക്ക് സന്താനങ്ങളുണ്ടാവും. ഇതാണ് ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനമാണ്. അദ്ദേഹം അത് വിശ്വസിക്കുകയാണ്. കണ്ടോ, ദൈവം കൊടുത്ത വാഗ്ദാനം. വീണ്ടും ദൈവം അബ്രാഹാമിനൊരു വാഗ്ദാനം കൊടുത്തു. നിനക്കും നിൻ്റെ സന്തതി പരമ്പരയ്ക്കും ഞാൻ കാനാൻ ദേശം അവകാശമായി തരും. കണ്ടോ, ഇതൊരു വാഗ്ദാനമാണ്. അതിലവർ വിശ്വസിക്കുകയാണ്, ഞാൻ തരും. വീണ്ടും ദൈവം ദാവീദിന് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. എന്താണ് വാഗ്ദാനം കൊടുത്തത്? ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കുടുംബത്തെയും നിൻ്റെ രാജ്യത്തെയും ഞാൻ സുസ്ഥിരമാക്കുന്ന ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. കണ്ടോ, വീണ്ടും ദൈവം ദാവീദിനോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു രാജാവിനെയും രാജ്യവും വാഗ്ദാനം ചെയ്യുന്നു. കണ്ടോ, ഇതാണ് വാഗ്ദാനം. ഇവരൊക്കെ എന്ത് ചെയ്തു? ഈ ഇസ്രായേൽക്കാരും ഈ ദാവീദും ഈ അബ്രാഹവും ദൈവം പറഞ്ഞ ഈ വാക്കുകൾ, ഈ വചനം അവർ വിശ്വസിച്ചു. ആ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ കാത്തിരുന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ പറ്റിയുള്ള വാഗ്ദാനങ്ങളുണ്ട്. നിന്നെ ഞാൻ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും, നിന്നെ ഞാൻ ഒരു ശുശ്രൂഷകനാക്കി മാറ്റും, നിന്നെ ഞാൻ വിശുദ്ധീകരിക്കും. എസെക്കിയേൽ 36:26, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ഇതൊരു വാഗ്ദാനമാണ്. ശുദ്ധീകരിക്കും, സംഭവിക്കാൻ പോകുന്നതാണ്. ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ഈ വചനത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷമോ നാളുകൾക്ക് ശേഷമോ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ വിശുദ്ധീകരിക്കും. ഈ വചനം നമ്മിൽ മാംസം ധരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അച്ഛനൊരു അനുഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്, സെമിനാരി ചേരുന്നതിന് 2 വർഷം മുമ്പ്, അന്ന് ഒരിക്കൽ എടവപ്പള്ളിയിലെ ഒരു വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോന്നു. അന്ന് വാർഷിക ധ്യാനത്തിൽ വളരെ കുറച്ച് ആളുകൾ, ഒരു കപ്പൂച്ചിയൻ അച്ഛനാണ് അന്ന് പ്രസംഗം പറഞ്ഞത്. അന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വാഗ്ദാനത്തെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, 145-ാം സങ്കീർത്തനം 13-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. അപ്പോൾ ഈ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവത്തെ പറ്റി ഒരു 10-15 മിനിറ്റ് ആ വൈദികൻ സംസാരിച്ചു. അതെന്നെ ഒത്തിരി സ്പർശിച്ചു. അന്ന് ആ അച്ഛൻ പറഞ്ഞതിൻ്റെ ചുരുക്കതാണ്, ദൈവം ഒരു വാഗ്ദാനം തന്നാൽ ദൈവം ഒരിക്കലും പിന്നീട് ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറില്ല. നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. എന്നെ അത് ഒത്തിരി സ്പർശിച്ചു. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സ്ഥലത്തെ തിരുഹൃദയത്തിന് മുമ്പിൽ ഒരു ക്രൂശിത രൂപം, അതിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, നീ ഒരു വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ അത് നീ ഒരിക്കലും മറക്കില്ല, അത് നീ നടപ്പിൽ വരുത്താതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് ഇപ്പോൾ ഒരു വാഗ്ദാനം തരണേ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ എനിക്കിപ്പോൾ ഒരു വാഗ്ദാനം തരണേ. ഈ ബൈബിളിലൂടെ, വചനത്തിലൂടെ ഞാൻ ഈ സുവിശേഷപ്പെട്ടിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ ഈ വചനത്തിലൂടെ ഒരു വാഗ്ദാനം ഞാൻ വിശ്വസിക്കുകയാണ്. നീ ആ വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ അവിശ്വസ്തനാണെങ്കിലും നീ വിശ്വസ്തനാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഇങ്ങനെയെല്ലാം കർത്താവിനോട് സംസാരിച്ച് ഒരു 5-6 മിനിറ്റ് സമയം പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് ഈ സുവിശേഷപ്പെട്ടിയിൽ നിന്ന് ഒരു തിരുവചനം എടുത്തു. ഞാൻ തിരുവചനം എടുത്തപ്പോൾ കണ്ടത്, എത്രയോ പ്രാവശ്യം ആ വചനം, പലതരത്തിലുള്ള വചനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ബൈബിൾ പലതും വായിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് വചനപ്രഘോഷണം കേട്ടിട്ടുണ്ട്.
ഒരിടത്തും കേൾക്കാത്ത, ഒരിക്കലും കിട്ടാത്ത, ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നൊരു വചനം. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 6-ാം തിരുവചനം. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്താൻ ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി നൽകും. ഇതാണ് തിരുവചനം. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി തരും. ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. ഈ വചന വാഗ്ദാനം കിട്ടിയപ്പോൾ ഞാനൊരു ഇടിമിന്നലേറ്റ വ്യക്തിയെ പോലെയായി. സന്തോഷവും കരച്ചിലും സങ്കടവും എന്തെന്നില്ലാത്ത വികാരങ്ങളിലൂടെ കടന്നുപോയി. അവിടുത്തെ ആ സമ്പൂർണ്ണ ബൈബിളെടുത്ത് എൻ്റെ റൂമിലേക്ക് കടന്ന് വാതിലടച്ച് കുറേ സമയം വലിയ സന്തോഷത്താൽ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഈ വചന വാഗ്ദാനം എന്നിൽ പൂർത്തീകരിക്കണമേ. നോക്കുക, അന്നൊന്നും സെമിനാരിയിൽ ഇപ്പോൾ ചേർന്നിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. സെമിനാരി ചെയ്യാന്നുള്ള ചിന്ത ആ സമയത്ത് വന്നിട്ടില്ല. 2 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്, സെമിനാരി ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഈ വചന വാഗ്ദാനം ഈശോയെ നീ എന്നിൽ പൂർത്തീകരിക്കണേ, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ വചന വാഗ്ദാനം നീ എന്നെ പൂർത്തീകരിക്കണമേ. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി തരും. ഈ വാഗ്ദാനം, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിൻ്റെ വചനം എന്നിൽ പൂർത്തീകരിക്കണേ. ഇങ്ങനെ പറഞ്ഞ് കുറേ സമയം, ഒരു 10-15 മിനിറ്റ് സമയം ഇന്ന് ആവർത്തിച്ച് അതേ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം പതിയെ ഞാൻ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഈ 49-ാം അധ്യായം എടുത്തു. അതിൻ്റെ ഹെഡിങ് തന്നെ എന്താണ്? കർത്താവിൻ്റെ ദാസൻ എന്നാണ്. കണ്ടോ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസൻ, നിൻ്റെ വചനം എന്നിൽ പൂർത്തീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എന്നുണ്ടായി വർഷങ്ങൾക്ക് ശേഷം, പിന്നീട് അന്ന് മുതൽ ദേ ഇന്ന് ഈ ദിവസം വരെ എന്നും ഞാൻ ഏറ്റു പറയുന്ന ഒരു വചനമാണ് യെശയ്യാ 49:6. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്താൻ ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി നൽകും. ഈ വാഗ്ദാനം എന്നിൽ പൂർത്തീകരിക്കണമേ, പൂർത്തീകരിക്കണമേ. 1-2 പ്രാവശ്യം പറയുള്ളൂ. അത് കുർബാനയിൽ സമർപ്പിക്കുക. ഈ വചനം എന്നിൽ പൂർത്തീകരിക്കണേ. വർഷങ്ങൾക്ക് ശേഷം ദേ കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു. പിന്നീട് ഒത്തിരി ക്രൈസിസിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും ഒക്കെ കടന്നുപോയി. അന്നൊക്കെ ഈ വചനമാണ് എൻ്റെ ശക്തി. കാരണം ഞാൻ അവിശ്വസ്തനാണെങ്കിലും ആരൊക്കെ എനിക്കെതിരെ പ്രതിബന്ധങ്ങളായിട്ട് വന്നാലും ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഈ വചനങ്ങൾ എന്നെ ശക്തിപ്പെടുത്തി. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്ത്? എന്നെ ഈ ലോകത്തിൻ്റെ പ്രകാശമായി മാറ്റുമെന്ന്. ഞാനത് വിശ്വസിക്കുകയാണ്. കാര്യം, എനിക്ക് പല പോരായ്മകളുണ്ട്, പലരും എനിക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ ദൈവം ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാലങ്ങൾക്ക് ശേഷം ഈ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായി ബോധ്യം തരികയാണ്, അച്ഛന് കർത്താവ് ഈ വചന വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇത് അച്ഛൻ ഈ അനുഭവം പറയുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ ഒരു അനുഭവം ഒരു സ്ഥലത്ത് പങ്കുവെച്ചപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു അനുഭവം അച്ഛൻ നിങ്ങളോട് പറയാം. അത് ബാംഗ്ലൂർ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ആ മകൾ എന്നോട് പറഞ്ഞു, ആ മകള് ഒരു സാധാരണ ഒരു സ്ത്രീ. ഇപ്പോൾ ഞാനായിരുന്ന ആ ഇടവകയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ലീഡ് ചെയ്തിരുന്നൊരു മകളാണ്. അപ്പോൾ ആ മകള് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു കൗൺസിലിംഗ് ചെയ്യുന്നൊരു വ്യക്തിയായി തീരണമെന്ന്. എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യണം, ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കണം, അങ്ങനെ എനിക്കും ഇങ്ങനെ പ്രാർത്ഥനയിലും ആത്മീയമായിട്ട് വളരണം, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം, പ്രേക്ഷിതയായി തീരണം. ഇങ്ങനെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛാ. പക്ഷേ ആരും എനിക്കതിനുള്ള അവസരം തരുന്നില്ല, എന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവെനിക്കില്ല, അല്ലെങ്കിൽ ആരും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. പക്ഷേ ഈ ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ മകള് ഒരു ദിവസം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ ആ മകൾ കണ്ട വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ആ വചനം ഇങ്ങനെയാണ്, യെശയ്യാ 55:5. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നറിയാത്ത ജനതകൾ നിൻ്റെ അടുക്കൽ ഓടിക്കൂടും, എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ ഉയർത്തിയിരിക്കുന്നു. കണ്ടോ, ഇതാണ് വചനം. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നറിയാത്ത ജനതകൾ നിൻ്റെ അടുക്കൽ ഓടിക്കൂടും, എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കുന്നു. ഈ വചന വാഗ്ദാനം
ഇവൾക്ക് വളരെയധികം സ്പർശിച്ചു ഇവളുടെ ഹൃദയത്തെ. ഈ മകൾ എന്ത് ചെയ്തു? ഈ വചനം ഒരു കടലാസിൽ എഴുതി ഇത് ആ രൂപക്കൂടിൻ്റെ അവിടെയുള്ള ഒരു പലകയിൽ ഒട്ടിച്ചു വെച്ചു. എല്ലാ ദിവസവും ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിൻ്റെ അടുക്ക് ഓടിക്കൂടും, എന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ ഉയർത്തിയിരിക്കുന്നു. കണ്ടോ ഈ വചനം അച്ഛൻ പ്രാർത്ഥിക്കാനുള്ളൊരു വചനമാണ് കേട്ടോ. യേശയ്യാ 55:5 ശുശ്രൂഷ ജീവിതം നയിക്കണം ആഗ്രഹിക്കുന്നവർ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂടും, നിന്നെ അറിയാത്ത ജനതകൾ നിൻ്റെ അടുക്ക് ഓടിക്കൂടും, എന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ ഉയർത്തിരിക്കുന്നു. ഈ വചനം വന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ആളുകൾ ഓടിക്കൂടും നമ്മുടെ അടുത്ത്. എന്തിനു വേണ്ടി? ഈ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി, കൗൺസിലിങ്ങിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മനസ്സിലാക്കാൻ വേണ്ടി, അങ്ങനെ ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. ഇതൊരു വചന വാഗ്ദാനമാണ്. ഈ മകള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം എന്തുണ്ടായി? ഈ മകൾ അത്ഭുതകരമായി ആ പള്ളിയിലെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ലീഡറായി, മധ്യസ്ഥ പ്രാർത്ഥന അവിടെയുള്ള ആരാധന നയിക്കുന്ന വ്യക്തിയായി. പിന്നീട് ആളുകൾ വിളിക്കാൻ തുടങ്ങി. അവർക്ക് ഫോണിലൂടെ നേരിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന വ്യക്തിയായി. കണ്ട ശുശ്രൂഷ ജീവിതത്തിലേക്ക് ആ മകളെ കൈപ്പിടിച്ച് ഉയർത്തുകയാണ്. എങ്ങനെയാണ്? ഈ വചനം മാംസം ധരിക്കുകയാണ്. കണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഈ അച്ഛനായതിനു ശേഷം, അച്ഛനായ ആ വർഷം എന്നോട് ഒരിക്കലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇടവന്നു. അവിടുത്തെ ഒരു സിസ്റ്റർ ഞാൻ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു വചനം തന്നു. ആ വചനം ഇതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 14-ാം തിരുവചനം. യെശയ്യാ 58:14. നീ കർത്താവിൽ ആനന്ദിക്കും, ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും. ഈ വചനമാണ് അന്ന് ആ സിസ്റ്റർ എനിക്ക് തന്നത്. നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിന്നെ സവാരി ചെയ്യിപ്പിക്കും. ഞാൻ സന്തോഷത്തോടെ ആ പ്രായമുള്ള സിസ്റ്ററിൽ നിന്ന് ആ വചനം വാങ്ങി. ഞാനത് എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ഈശോയുടെ ചിത്രത്തിൻ്റെ അടുത്ത് വെച്ച് എല്ലാ ദിവസവും ഇത് 2-3 പ്രാവശ്യം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ വചനം ഈശോ എന്നിൽ പൂർത്തീകരിക്കണേ, ഈ വചനത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ, ഈ വചന വാഗ്ദാനം എന്നിൽ പൂർത്തീകരിക്കണേ. നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിന്നെ സവാരി ചെയ്യിപ്പിക്കും. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞില്ല, ഞാൻ ആയിരുന്ന ജെറുസലേം ധ്യാനത്തിലെ പട്ടത്തച്ഛൻ അച്ഛൻ എന്നെ വിളിക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, അത്ഭുതകരമായിട്ടാണത് ആ ഇടപെടൽ. അച്ഛൻ പറഞ്ഞു, റാഫേലച്ഛന് ഒന്ന് ദുബായ് വരെ, മസ്കറ്റ് വരെ ഒന്ന് പോകാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ തമാശ പറയാമെന്ന് കരുതി. അദ്ദേഹം പറഞ്ഞു, അത് അവിടെ നിന്നൊരു വിളി വന്നിട്ടുണ്ട്, അവിടെ ഒരു കമ്പനി വെഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ആഴ്ചത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അച്ഛനൊന്ന് പോകുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകുക, ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് 3-4 സ്ഥലങ്ങൾ വെഞ്ചരിക്കാനായിട്ട്. ഹല്ലേലൂയ. കണ്ടോ? ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്നൊരു അത്ഭുതമാണ്. അപ്പോൾ വിദേശ യാത്ര തടസ്സങ്ങളുള്ളവരൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിന്നെ സവാരി ചെയ്യിപ്പിക്കും. ഇങ്ങനെ ബൈബിളിൽ ഇഷ്ടംപോലെ വചന വാഗ്ദാനങ്ങളുണ്ട്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 12-ാം തിരുവചനം പഠിക്കുന്ന മക്കൾക്ക് നല്ലതാണ്. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളായ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. വീണ്ടും 1 ദിനവൃത്താന്തം 4:10 പറയുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ആയിരക്കണക്കിന് വചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ നിങ്ങൾ കുറിച്ചെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങളൊക്കെ കുറിച്ചെടുത്ത് അതിന് മുമ്പിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നോ, ഈ വചനം നമ്മിൽ മാംസം ധരിക്കും. ഹല്ലേലൂയ. നമ്മൾ അവിശ്വസനാണെങ്കിലും ദൈവം വിശ്വസനാണ്. ഇവിടെ ഒരു കാര്യം എൻ്റെ പ്രിയ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുക? അതിന് ആവശ്യം വേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം. ഹെബ്രായർ 6:12. ദീർഘക്ഷമയും വിശ്വാസവും ഇല്ലാതെ ഈ വാഗ്ദാനം നമ്മിൽ പൂർത്തീകരിക്കപ്പെടില്ല. ദീർഘക്ഷമ വേണം, വിശ്വാസം വേണം. അതിനെ പറയുകയാണ്, അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരായിരിക്കണം നിങ്ങൾ. നിരുത്സാഹരായി പോകരുത്. 1 വർഷം 2 വർഷം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം 2 മാസം പ്രാർത്ഥിച്ച് ഇതൊന്നും കാര്യമൊന്നുമില്ല, അങ്ങനെ ചിന്തിച്ചു പോകരുത്. നിരാശപ്പെട്ടു പോകരുത്.
എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് പൂർത്തീകരിക്കപ്പെടുക. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്താൻ ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി തരും. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തീകരിക്കപ്പെടുക. ആ വാഗ്ദാനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ സഹകരണം കൂടി വേണം കേട്ടോ. അതല്ലേ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 1-ാം തിരുവചനം, ഹെബ്രായ 4:1, അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. കണ്ടോ, കർത്താവ് ഒരു വാഗ്ദാനം എനിക്ക് തന്നു. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്താൻ ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി തരും. ഈ വാഗ്ദാനമൊക്കെ കിട്ടി, വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ വാഗ്ദാനത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാൻ മനസ്സാകുന്നില്ലെങ്കിൽ, ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സഹകരണം തീർച്ചയായിട്ടും വേണം. അതാണ് ഈ വചനം പറയുക, ഹെബ്രായ 4:1, അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം അത് നിലനിൽക്കുന്നുണ്ട്. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്ന വാഗ്ദാനം അവിടുന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. എന്തുകൊണ്ടാണ് അതിൽ പ്രവേശിക്കാൻ പറ്റാത്തത്? കഠിന ഹൃദയം. തുടർന്ന് വരുന്നത് കഠിന ഹൃദയത്തെ പറ്റി പറയുകയാണ്. കഠിന ഹൃദയം എന്തുകൊണ്ടാണ് പ്രവേശിക്കാൻ പറ്റാതെ? ഈ വാഗ്ദാനം നമുക്ക് ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പറ്റാതെ പോകുന്നത് എങ്ങനെയാ? ഈ കഠിന ഹൃദയം, വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയത്തെ പറ്റിയാണ് പിന്നീട് അവിടെ പറയുക. ഹല്ലേലൂയ. അതാണ് പറയുക, ഹെബ്രായ 6:12, നിരുത്സാഹരായി പോകരുത്. നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരായിരിക്കണം നിങ്ങൾ. അതല്ല വീണ്ടും ഹെബ്രായ 10:35 പറയുക, ഹെബ്രായ 10:35, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ഇതിങ്ങനെയാ പോലുള്ളതോടുകൂടി നശിച്ചു, എല്ലാം കഴിഞ്ഞു, അവസാനിച്ചു, അങ്ങനെ ചിന്തിക്കരുത്. നീ കർത്താവ് അരുൾ ചെയ്ത ചില വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. നീ പ്രാർത്ഥിച്ച് വചനം തുറക്കുമ്പോൾ, ബൈബിൾ തുറക്കുമ്പോൾ, സുവിശേഷപ്പെട്ടിന്ന് വചനം എടുക്കുമ്പോൾ നിന്നെ സ്പർശിക്കുന്ന വചന വാഗ്ദാനങ്ങളെ എഴുതി വെച്ച് അതിന് മുമ്പ് അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കാത്തിരുന്നേൻ. ഈ വചനത്തിലൂടെ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. കടബാധ്യതയുള്ള വ്യക്തി പ്രാർത്ഥിച്ച് വചനത്തപ്പ് കിട്ടി. ഫിലിപ്പി 4:19, എൻ്റെ പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിന് സമ്മതിന് യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളത് തരും. ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി വചനം എടുത്തു, കിട്ടി. എസ്.കെ 36:26, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യവും ശുദ്ധീകരിക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും. ഇങ്ങനെയുള്ള പല വചനങ്ങൾ. ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയെ അങ്ങനെയല്ല ചെയ്തത്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തിയുടെ മേൽ ആവർത്തിക്കും. ഇങ്ങനെയല്ലേ പറഞ്ഞത്? ആ ദൈവദൂതൻ വന്നു എന്നല്ലല്ലോ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവർത്തിക്കും. അവൾ എന്ത് പറഞ്ഞു? ഈ വചനം ഏറ്റു പറഞ്ഞു. ഇവൾ പറഞ്ഞു, ഈ വചനം എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, ഈ വചനം എന്നിൽ നിറവേറട്ടെ. ഈ വചനത്തിന് സമർപ്പിക്കുകയാണ്. നമ്മൾ വചനത്തിന് സമർപ്പിക്കണം. ഈ വാഗ്ദാനത്തിന് നമ്മളെ സമർപ്പിക്കണം. അതല്ല അബ്രാഹാം ചെയ്തത്. അബ്രാഹത്തിന് വാഗ്ദാനം കിട്ടി 75-ാമത്തെ വയസ്സിൽ. എന്ത് വാഗ്ദാനം കിട്ടിയേ? ഈ കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും നിങ്ങൾക്ക് മക്കളുണ്ടാവും. അങ്ങനെ വാഗ്ദാനം 75-ാം വയസ്സിലാണ് കിട്ടിയെങ്കിലും ആ പൂർത്തീകരണം എപ്പോഴാണ് നടന്നത്? 25 വർഷത്തിന് ശേഷം 100-ാം വയസ്സിലാണ് ഒരു കൊച്ചുണ്ടാവുക. കണ്ടോ? ഈ 25 വർഷം ഈ മകൻ ഈ വാഗ്ദാനം കൊണ്ട് അദ്ദേഹം വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരായിരിക്കണം നമ്മൾ. നിരുത്സാഹനായി പോകരുത്. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം വരും, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. വിശ്വാസത്തോടെ വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ബൈബിളിലുള്ള ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുക, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്, സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ദാവീദ് രാജാവ് 2 സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം അച്ഛനെടുക്കാം. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ അവിടെ ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ നാഥാൻ എന്നു പേരുള്ള പ്രവാചകന് കർത്താവിന് ഒരു അരുൾപ്പാടുണ്ടാവുകയാണ്. ഈ നാഥാൻ പ്രവാചകനോട് ദൈവം എന്താ പറഞ്ഞത്? ദൈവം പറയുന്നത് ഇതാണ്, ദാവീദിനെ പറ്റിയൊരു വാഗ്ദാനം കൊടുക്കുകയാണ്.
നീ ഇത് ദാവീദിനോട് പോയി പറയുക, ഞാൻ ഒരു വാഗ്ദാനം തരാം, അത് നീ ദാവീദിനോട് പോയി പറയുക. എന്ത് വാഗ്ദാനമാണ് ദൈവം ദാവീദിനെ പറ്റി നാഥാൻ പ്രവാചകനോട് പറഞ്ഞത്? വചനം ഇതാണ്: അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനസികമായ ദണ്ഡും ചവിട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. വീണ്ടും അപ്പോൾ വചനം നോക്കുക, 2 സാമുവേൽ 7:12 മുതലുള്ള തിരുവചനം കേട്ടോ. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനായ ഞാൻ നിന്നെ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. കേട്ടോ, രാജ്യം ഞാൻ സുസ്ഥിരമാക്കും. ദാവീദിൻ്റെ രാജ്യത്വം ഞാൻ സുസ്ഥിരമാക്കും. ഇതാണ് വാഗ്ദാനം. വീണ്ടും പറയുക, അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. കണ്ടോ, ഇതൊക്കെ ഈ ദാവീദിനെ പറ്റിയും ദാവീദിൻ്റെ പിൻതലമുറകളെ പറ്റി ദൈവം നാഥാൻ പ്രവാചകനിലൂടെ വാഗ്ദാനം നൽകുകയാണ്. ഈ നാഥാൻ പ്രവാചകൻ എന്ത് ചെയ്തു? ദൈവം അരുൾ ചെയ്ത ഈ വാഗ്ദാനം ഓടിപ്പോയി ദാവീദിനെ അറിയിക്കുകയാണ്. ദൈവവചനം 16-ാമത്തെ തിരുവചനം 2 സാമുവേൽ 7:16, നിന്റെ കുടുംബവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്ക് നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. കണ്ടോ, ഈ നാഥാൻ ഈ കാര്യം ദാവീദിനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ദാവീദ് എന്താ ചെയ്ത്? അന്ന് ശരി, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണോ കരുതിയത്? അല്ല, ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? എൻ്റെ ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്രയോ നിസ്സാരമാണ്. കണ്ടോ, ഈ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് നിന്റെ രാജ്യത്വം ദൈവം സ്ഥിരപ്പെടുത്താൻ പോകുന്നുണ്ടെന്ന് വാഗ്ദാനം കൊടുത്തപ്പോൾ ഈ ദാവീദ് രാജാവ് എഴുന്നേറ്റ് അദ്ദേഹം എളിമപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി തന്നെ താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ ഇതുപോലെ ദൈവമേ, നീ എന്നെ ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്ത് നന്മയാണ് നിന്നോട് ചെയ്തത്? ഞാൻ എന്ത് നന്മ കണ്ടിട്ടാ എന്നെ ഇതുപോലെ രാജാവാക്കി മാറ്റുന്നതും എൻ്റെ രാജ്യത്തെ ഇതുപോലെ അനുഗ്രഹിക്കുന്നതും എൻ്റെ കുടുംബത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നതും ദൈവമേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇദ്ദേഹം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവസാനം 25-ാമത്തെ തിരുവചനം അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു: ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുൾ ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് എന്നിൽ നിവർത്തിക്കണമേ. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അങ്ങ് അരുൾ ചെയ്തിരിക്കുന്ന ഈ വചനം. ഏത് വചനം? ഞാൻ നിൻ്റെ രാജ്യവും എന്നേക്കും സ്ഥിരപ്പെടുത്തും എന്നുള്ള വചന വാഗ്ദാനം. അത് സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാഗ്ദാനം എന്നിൽ പൂർത്തീകരിക്കണമേ, നിവർത്തിക്കണമേ. ഹല്ലേലൂയ. ഈ ദാവീദ് രാജാവ് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നാഥാ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ച വാക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് സംഭവിക്കണമേ എന്നുണ്ടായി. അത് സംഭവിച്ചു. വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരായിരിക്കണം നമ്മൾ. നിരുത്സാഹരായി പോകരുത്. അതാണ് വചനം. നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരായിരിക്കണം നമ്മൾ. എൻ്റെ പ്രിയ സഹോദരൻ, നോക്കുക, ഈ നാഥാൻ പ്രവാചകനിലുള്ള വാഗ്ദാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ രാജ്യം സുസ്ഥിരമായിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ വിശ്വാസത്തോടെ നന്ദി പറയുകയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു, ദൈവം എന്നെ അനുഗ്രഹിച്ച് കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നന്ദി പറയുക. വരാൻ പോകുന്ന അനുഗ്രഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇദ്ദേഹം നന്ദി പറയുകയാണ്. ലഭിക്കാൻ പോകുന്ന ജീവിത പങ്കാളിയോർത്ത് നന്ദി പറയുന്നു, ലഭിക്കാൻ പോകുന്ന ജോലിയോർത്ത് നന്ദി പറയുന്നു, കിട്ടാൻ പോകുന്ന പണിയാൻ പോകുന്ന വീടിനോർത്ത് നന്ദി പറയുന്നു, അല്ലെങ്കിൽ പരീക്ഷയിൽ ലഭിക്കാൻ പോകുന്ന ഉന്നത വിജയത്തെയോർത്ത് നന്ദി പറയുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇദ്ദേഹം. കണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക, നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ വചന വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ പുസ്തകമാണ് ബൈബിള്. ആ വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എസെക്കിയേൽ 36:26 ഈശോയെ പൂർത്തീകരിക്കണമേ,
അല്ലെങ്കിൽ യോഹന്നാൻ 14:18 പൂർത്തീകരിക്കണമേ, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഈ വചനം നീ പൂർത്തീകരിക്കണമേ. ലൂക്ക 1:35 വചനം പൂർത്തീകരിക്കണമേ. ലൂക്ക അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 1:8 വചനം പൂർത്തീകരിക്കണേ. ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന വചനങ്ങൾ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ അഭിഷേകമാണ് ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശോ പറഞ്ഞില്ലേ, അപ്പോസ്തല പ്രവർത്തനം 1:4 അപ്പോസ്തല പ്രവർത്തനം 1:4 പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുക. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുക. കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിക്കണം. കാത്തിരുന്ന് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള വാഗ്ദാനം നമ്മൾ വിശ്വാസത്തോടെ കാത്തിരുന്ന് പ്രാപിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരം ഉയർത്തി പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 6:12 വചനത്തിന്റെ അഭിഷേകം അറിയാൻ വേണ്ടി ഒന്ന് സ്തുതിച്ചേ. ഹെബ്രായർ 6:12. നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരായിരിക്കണം നമ്മൾ. ദാവീദ് വാഗ്ദാനത്തെ വിശ്വസിച്ചു, അബ്രാഹാം വാഗ്ദാനത്തെ വിശ്വസിച്ചു, പരിശുദ്ധ അമ്മ തനിക്ക് കിട്ടിയ വാഗ്ദാനത്തെ വിശ്വസിച്ചു. വിശ്വസിക്കുക. നമ്മുടെ വാഗ്ദാനത്തിൽ ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്ന വചന വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തിയുടെ മേൽ ആവസിക്കും. ഈ വചന വാഗ്ദാനത്തിൽ വിശ്വസിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യങ്ങളും ശുദ്ധീകരിക്കപ്പെടും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും. എസെക്കിയേൽ 36:26 വചനത്തിൽ വാഗ്ദാനത്തിൽ വിശ്വസിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ വചനത്തിൽ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യോഹന്നാൻ 14:18 വചന വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ഈ വചന വാഗ്ദാനത്തിൽ വിശ്വസിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഈ വചന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിന്നെ സവാരി ചെയ്യിപ്പിക്കും. ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ശക്തിയായി ഒന്ന് സ്തുതിച്ചേ. എല്ലാ വിദേശ യാത്രാ തടസ്സങ്ങൾ മാറിപ്പോട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. നിനക്ക് യോജിച്ച ഇണയെ ഞാൻ തരും. ഈ വചന വാഗ്ദാനത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി 1:28 വചന വാഗ്ദാനത്തെ വിശ്വസിച്ചൊന്ന് സ്തുതിച്ചേ. പോര വേഗത്തിൽ സ്തുതിച്ചോ. സകല ബന്ധനങ്ങൾ അഴിയട്ടെ, സകല കെട്ടുകളും പൊട്ടോട്ടെ, സകല രോഗങ്ങളും മാറട്ടെ. വചനം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാവുന്ന വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച് വചനം തുറക്കുക, ബൈബിൾ തുറക്കുക, സുവിശേഷപ്പെട്ടി തുറന്ന് വായിക്കുക. നിങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങൾ എഴുതി വെച്ച് അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ വചനത്തിലൂടെ, ആ വചന വാഗ്ദാനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് സന്ദേശം നൽകുകയാണ്. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. നിരുത്സാഹരായി പോകരുത്. ഒരൊറ്റ വിളി വിളിച്ചേൻ. ആത്മാവേ വിളിച്ച്